ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അടുക്കളയിൽ ദിവസവും ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വെക്കുന്ന ഈ പ്ലാസ്റ്റിക് സ്റ്റാൻഡിൽ അഴുക്കും കറയും പറ്റിപ്പിടിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര കഴുകിയാലും ഇതിൻ്റെ ആ കറ പൂർണ്ണമായും പോകാറില്ല അല്ലേ? എന്നാൽ ഇന്ന് വളരെ എളുപ്പത്തിൽ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ഈ സ്റ്റാൻഡ് പുതിയതുപോലെ വെട്ടിത്തിളങ്ങാൻ എന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തിളച്ച വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊരു ബ്രഷ് ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ പ്ലാസ്റ്റിക് സ്റ്റാൻഡിൽ ചെളിയും അഴുക്കും കറയും എല്ലാം ഉള്ളിടത്ത് നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നും പറ്റിയില്ലെങ്കിൽ വലിയൊരു പാത്രത്തിൽ ഇതേ രീതിയിൽ ബേക്കിംഗ് സോഡയും അതേപോലെ വിനാഗിരിയും അതേപോലെ തന്നെ നമ്മളുടെ ഡിഷ് വാഷും ചൂടുവെള്ളവും ഒഴിച്ചതിന് ശേഷം നമ്മളുടെ ഈ സ്റ്റാൻഡ് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ സ്റ്റാൻഡ് ഉരുകിപ്പോവും. എന്നിട്ട് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഈ സ്റ്റാൻഡ് മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അഴുക്കും കറയും എല്ലാം പാടെ പോയി കിട്ടും കേട്ടോ. അതും അല്ലെങ്കിൽ നമ്മൾ ഇതേ രീതിയിൽ നന്നായിട്ട് ഉരച്ചൊന്ന് കഴുകിയെടുത്താൽ മതിയാവും. അതേപോലെ തന്നെ നമുക്ക് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ജെൽ ടൈപ്പ് അല്ലാത്ത ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് ഇതേ രീതിയിൽ ഒരു ബ്രഷിലെടുത്തിട്ട് എത്ര അഴുക്കും കറയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ എല്ലാ കറകളും മാറിക്കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഒരുപാട് കറകളൊക്കെ പോകാതെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടെ ഒഴിച്ചതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര വലിയ കറയും അഴുക്കും ഒക്കെ മാറിക്കിട്ടും കേട്ടോ. അതേപോലെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊക്കെ ഇതേപോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മുറി നാരങ്ങയുടെ നീരിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം ഈ മിശ്രിതം ഒരു സ്പോഞ്ചോ അല്ലെങ്കിൽ ഒരു തുണിയോ ഉപയോഗിച്ച് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റായാലും അല്ലെങ്കിൽ കപ്പായാലും പ്ലാസ്റ്റിക്കിൻ്റെ ഏത് പാത്രങ്ങളായാലും ആ ഭാഗങ്ങളിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുത്ത് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക്കിലെ മഞ്ഞ നിറം മാറാനും നല്ല സുഗന്ധം കിട്ടാനും ഒക്കെ ഏറെ നല്ലതാണ് കേട്ടോ. ഇപ്പം നമ്മളുടെ സ്റ്റാൻഡൊക്കെ നമ്മൾ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നന്നായിട്ട് പച്ചവെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകി തുടച്ച് നല്ല വൃത്തിയാക്കി വെച്ചേക്കാണ്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സ്റ്റാൻഡൊക്കെ നല്ല വെണ്മയുള്ളതായി. അപ്പോൾ എത്ര പറ്റിപ്പിടിച്ച അഴുക്കും കറയും നമ്മുടെ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട് ഇതേ രീതിയിൽ ചെയ്ത് നോക്കിയാൽ വളരെ നന്നായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ സ്റ്റാൻഡ് പുത്തം പോലെ ആക്കിയെടുത്തത് കണ്ടില്ലേ? ഇതേപോലെ വേറെയും കിടിലൻ ടിപ്പുകളുമായി അടുത്ത വ്ലോഗിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.